Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. വളരെ കുറച്ച് കുട്ടികളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ ക്ലാസ്സിൽ. തിരക്കില്ലോ ഓരോ ദിവസം തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇത്രയുള്ള ശരിക്കും ആക്ച്വലി ഇത്രയുള്ള 15 അല്ലേ കുട്ടികളുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? ഒരു ലാംഗ്വേജ് അല്ലേ? എന്തോ പോലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം അല്ലേ? മീൻസ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് പോയത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്നത് മാത്രം നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ വരെയാണോ ഞാൻ പറഞ്ഞത്? നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ട് പോയത് ക്ലിനിക്കൽ ലാബ്സിനെ കുറിച്ചിട്ടാണ്. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു പെർഫോം ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റുകൾ നടത്തുക എന്ന ഉദ്ദേശത്തോട് കൂടി അതാണ് ലാബുകളുടെ അല്ലെങ്കിൽ ക്ലിനിക്കൽ ലാബുകളുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. ലാബ് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യേണ്ടതാണ്. പ്രധാനമായിട്ടും 6 മെയിൻ ഫീൽഡ്സ് ഓഫ് ലാബുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഓരോ കാര്യങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ഏത് ടെസ്റ്റുകൾ നടത്തിയാലാണ് ആ ഒരു എന്താ പറയാ രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ നമ്മുടെ ഫിസിഷ്യൻസിന്, അതായത് ഡോക്ടേഴ്സിനെയും അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യുന്നവരെയൊക്കെ അസിസ്റ്റ് ചെയ്യാൻ ആ ഒരു കാര്യങ്ങൾക്ക് അവർക്ക് തീരുമാനമെടുക്കണമെങ്കിൽ ഇത്തരം ടെസ്റ്റുകൾ ചെയ്താൽ മതിയാകും. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് പലതരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡുകൾ, ബോഡിയിൽ ഉണ്ടാകുന്ന പല ഫ്ലൂയിഡുകൾ, യൂറിൻ, ഫേസസ്, അതുപോലെ തന്നെ എന്താ പറയുക ബ്ലഡ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ട്രീറ്റ്മെന്റുകൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഡോക്ടേഴ്സ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ട് ഇപ്പൊ പനിയൊക്കെ വന്നു, സാധാ പനിയാക്കിയാവും വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്തു, പക്ഷെ എങ്കിലും ആ ഒരു പനി വീണ്ടും ആ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ വരുമ്പോൾ അതൊരു സാധാ ഒരു വൈറൽ ഫീവറോ മറ്റൊന്നും അല്ലായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും അസുഖങ്ങളുടെയൊക്കെ ഒരു എന്താ പറയാ ഒരു ഇതായിരിക്കാം, ഒരു സിംറ്റം അല്ലെ, ഒരു ലക്ഷണം മാത്രമായിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫർദർ കാര്യങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളത് ഡോക്ടേഴ്സ് പ്രൊസീഡ് ചെയ്യുക. സോ ഈ പറയുന്ന ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ലബോറട്ടറീസ് ഇത് അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫുകളെ ടു മേക്ക് ഓർ ടു കൺഫേം ദ ഡയഗ്നോസിസ്, ഏത് രോഗമാണ് എന്നുള്ളത് കൺഫേം ചെയ്തെടുക്കാനും അതനുസരിച്ച് ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ടു പ്രിവെന്റ് ദ ഡിസീസ്, ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു. അത് പ്രിവെന്റ് ചെയ്യാനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ക്ലിനിക്കൽ ലാബുകൾ അത്തരം കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റൈറ്റ്, അവിടെ വരെ അല്ലേ? അത്രയും പറഞ്ഞപ്പോഴേക്കും കുറച്ച് ആൾക്കാരോട് കൂടി. അതാണ് എന്റെ ഉദ്ദേശം. അങ്ങനെ ആവരുത്. നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ 3 മിനിറ്റ് മുമ്പൊക്കെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. 30-27 ആവുമ്പോൾ തുടങ്ങി നമ്മളിന്ന് കോപ്പൺ ആക്കി നമ്മളുടെ നോട്ട് പറഞ്ഞു തരാനുള്ള നോട്ടൊക്കെ ഇവിടെ പ്രസന്റ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആൾക്കാരില്ല. 31 32 സോ കുറച്ചുകൂടി നേരത്തേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ കറക്റ്റ് സമയത്തിന് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഓരോ മിനിറ്റും എല്ലാവർക്കും വാല്യൂബിൾ തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവിൽ വരുന്നത് ക്ലിനിക്കൽ ലബോറട്ടറീസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ ഈസ് റേഡിയോളജി.
ഇതും എന്തിനു വേണ്ടിയിട്ടുണ്ട്? ഇതും ടു അസിസ്റ്റ് ദ ഫിസിഷ്യൻ. ഇതും ഈ പറയുന്ന ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അല്ലെ നമ്മുടെ റേഡിയോളജി എന്ന് പറയുന്നത്. എങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലാബ് ടെസ്റ്റുകളിൽ എന്താ ചെയ്യുക, നമ്മുടെ ബോഡിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ എടുത്തിട്ട് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് അതിന്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ രോഗം വരാതിരിക്കാൻ തടയാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബട്ട് ഇൻ ദിസ് റേഡിയോളജിയിലാണെങ്കിൽ ഇവിടെയും പേഷ്യൻസിന്റെ രോഗം നിർണ്ണയിക്കാൻ വേണ്ടി തന്നെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ഫിസിഷ്യൻസിനെ. ബട്ട് യൂസ് റേഡിയോഗ്രാഫി ഇവിടെ ഉപയോഗിക്കുന്നത് എന്താ പറയാ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇവിടെ പുറത്തെടുത്തു വെച്ചേക്കല്ല, ശരീരത്തിനകത്തേക്ക് യൂസ് റേസ് ഫോർ ദാറ്റ് പർപ്പസ്. അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള രശ്മികളാണ്, എക്സ്റേ, റേഡിയോഗ്രാഫി അല്ലെ, സ്കാനിങ്, ഇത്തരം എന്താ പറയാ കാര്യങ്ങൾ ഉപയോഗിച്ച് റേസ് നമ്മുടെ ശരീരത്തിൽ അകത്തേക്ക് കടത്തി വിട്ടിട്ട് ഒരു ഇമേജിംഗ് ടെസ്റ്റുകളിലൂടെ, ഇമേജിംഗ് പ്രോസസ്സാണ്. അതായത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇതിങ്ങനെ ഈ പറയുന്ന റേസ് കടത്തി വിടുമ്പോൾ അത് എന്താ പറയാ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറാസും മറ്റുമൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതങ്ങോട്ട് കടത്തി വിടുമ്പോൾ ഇത് പോകുന്ന വഴിയൊക്കെ റൂട്ടൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതൊരു ഡിസ്പ്ലേ ചെയ്ത് ഏത് അവയവത്തിനാണ്, എവിടെയാണ് അസുഖം എന്നൊക്കെ ഡയഗ്നോസിസ് ചെയ്യാനാണ് റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത്. ഇറ്റ് ഓൾസോ അസിസ്റ്റ് ദ ഫിസിഷ്യൻ ടു മേക്ക് their treatment, to provide their treatment for the diagnosing and confirming of their diseases. ഇത്തരം രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ ഇവർ ഉപയോഗിക്കുന്നതാണ് ഫിസിഷ്യൻസ്. ഓക്കെ, അതിന് they use radiography, fluoroscopy, radio isotopes, high voltage ഉള്ള, ഹൈ ആക്സിലറേഷൻ വോൾട്ടേജ് ഉള്ള ഐസോട്ടോപ്പുകൾ, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രം. ഓക്കെ, റേസ് ആണ് ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ ഇതെന്താണ് ഈ റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി ഒക്കെ? റേഡിയോഗ്രാഫി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ റേഡിയോ ഐസോട്ടോപ്സ് ഉപയോഗിച്ച് ശരീരത്തിന്റെ അകത്തുള്ള ഓർഗൻസില്, ഇന്റേണൽ ഓർഗൻസിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ ഭാഗത്ത് രോഗമാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്കാൻ ചെയ്യുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഫ്ലൂറോസ്കോപ്പി അങ്ങനെ തന്നെ ഈ ഫോട്ടോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് ലൈക്ക് വാച്ചിങ് എ മൂവി, ഒരു മൂവിയൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഭയങ്കര സ്പീഡി ആയിട്ട് അതിനെ മൂവ് ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഇമേജിംഗ് രീതി, അതാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ്. ഇത്തരം റേസ് ഉപയോഗിച്ച് രോഗം നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോളജി യൂസസ് different types of diagnostic equipments which are there. ഏതൊക്കെയാണെന്ന് നോക്കിയേ, എക്സ്റേ മെഷീൻ, CT scan machine, MRI machine, echocardiogram and ultrasound color Doppler. ഇങ്ങനെയുള്ള ചില മെഷീൻസ് ഉപയോഗിച്ച് എക്സ്റേ നമുക്കറിയാം അല്ലെ, ഓരോ പ്രാവശ്യമെങ്കിലും എക്സ്റേ എടുത്തവർ അനുഭവത്തിന് സ്വന്തമായിട്ട് അനുഭവിച്ചില്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോയോ അല്ലെ. നമ്മൾ ഫോട്ടോ എടുക്കും, നമ്മുടെ മൊബൈലിലെ ഫ്രണ്ട് ക്യാമോ ബാക്ക് ക്യാമോ ഒക്കെ എഴുതൊക്കെ വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കും. അന്നേരം എന്താ നമ്മുടെ കിട്ടുക, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പുറമേ കാണുന്ന ആ രീതിയിലുള്ള അപ്പിയറൻസ് മാത്രമാണ് നമുക്ക് ഫോട്ടോയിൽ പതിയാ. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഇന്റേണൽ ഓർഗൻസ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട് അല്ലെ. ഇതിന്റെയൊക്കെ പിക്ചർ, ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഡിസീസസ് ബാധിച്ചു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി ലൊക്കേറ്റ്, എവിടെയാണ് അതൊന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? സോ ഹാവ് ടു ടേക്ക് ദ പിക്ചേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ ഇമേജസ്, അതിന്റെ വീഡിയോസ്, ഇത് നമുക്ക് കിട്ടണം. അതെങ്ങനെയാ, അതൊക്കെ ഇങ്ങനെ തുറന്നു തന്നെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നിരിക്കാം. പല രോഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തു, വലിയ വലിയ സർജറീസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. ഇന്ന് ഭയങ്കരമായിട്ട് സാങ്കേതിക വിദ്യ വളരെയധികം എന്താ പറയാ അഡ്വാൻസ്ഡ് ആയി. അതിന്റെ ഫലമായിട്ട് യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജീസ്, പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഈ പറയുന്ന ഒത്തിരി റിസ്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ഇത്തരം മെഷീൻസിന്റെ ഹെൽപ്പോടെ, ഇത്തരം എക്യുപ്മെന്റ്സിന്റെ ഹെൽപ്പോടെ ഇന്റേണൽ ഓർഗൻസിൽ എവിടെ രോഗം ഇതൊക്കെ കണ്ടെത്താനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇതിപ്പോ രോഗം അവിടെ ഈ പറയുന്ന ഒരു സർജറി നടത്തി അവിടെ വലിയ കാര്യമായിട്ട് രോഗമൊന്നുമില്ല, ഇത് ചെയ്തതും അത്രയും വലിയ ഒരു സർജറീസ് ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് റിസ്കുകൾ ഉണ്ട് അവിടെയൊക്കെ. അതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് അതിന്റെ ഡിസീസിനെ കുറിച്ചിട്ടുള്ള കൺഫർമേഷൻസ് നടത്താൻ പറ്റും അല്ലെ. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആണ് എക്സ്റേ. ഭയങ്കരമായിട്ട്
ഒക്കെ എന്തെങ്കിലുമൊക്കെ വല്ല വീഴ്ചകളോ ഒക്കെ വലിയ ഇഞ്ചുറീസ് ഒക്കെ പറ്റി അത് നമ്മുടെ ബോൺസിന്റെ ഒക്കെ ഇന്റേണൽ ഉള്ളിലുള്ള ഒക്കെ പൊട്ടലുകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുക്കുന്നു അല്ലെ. റേസ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ റേസ് അത്രയും ശരീരത്തിലേക്ക് കടന്ന ആഴത്തിൽ ചെല്ലുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നും ഫ്ലഷും ഒക്കെ കടന്ന് അത് ബോൺസിന്റെ അവിടേക്കൊക്കെ എത്തണേ. അതുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ പോലെ ഒരു നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സ്റേയില് ആ ഷീറ്റിൽ നമുക്ക് വിസിബിൾ ആകുന്നത് അല്ലെ. അപ്പൊ ഇന്റേണൽ ഓർഗന്റെ ഫോട്ടോ എടുക്കാനാണ്. അപ്പൊ അതുകൊണ്ട് അതിന് തന്നെ എന്ത് ചെയ്യണം, ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഐസോടോപ്പ്, ഹൈ വോൾട്ടേജിൽ ആക്സിലറേറ്റഡ് ഉള്ള ഐസോടോപ്സ് ആണ് അതിനകത്ത് ഉപയോഗിക്കുക. ഓക്കെ, CT സ്കാനിങ്ങും അങ്ങനെയൊക്കെ തന്നെ റേസ് തന്നെയാണ് ഉപയോഗിക്കുക. MRI സ്കാൻ അല്ലെ, പിന്നെ എക്കോ കാർഡിയോഗ്രാം, ഹാർട്ടിന്റെ ഇതുപോലെയുള്ള ഡിസീസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാനും എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അൾട്രാസൗണ്ട് കളർ ഡോപ്ലറും ഇറ്റ്സ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് ഡയഗ്നോസ്റ്റിക്, അതും മറ്റൊരു ഡയഗ്നോസ്റ്റിക് രീതി തന്നെയാണ്. ഇത് എന്ന് പറയുന്നത് ഈ അൾട്രാസൗണ്ട് കളർ ഡോപ്ലറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ മറ്റേതൊക്കെ ആണെങ്കിലേ ഇപ്പൊ CT സ്കാൻ അങ്ങനത്തെ ആണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും IV കാനുലാസ് അത് ഉപയോഗിച്ച് ഇങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്ത്, കാനുല അറിയാലോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടിയാണ് അത് കടത്തിവിടുന്നത്. അപ്പൊ അത് കുറച്ച് ഇഞ്ചക്ഷൻസും അല്ലെങ്കിൽ റേസിന്റെ എന്താ പറയാ കുറച്ച് നെഗറ്റീവ് അഡ്വേഴ്സ് ഇഫക്റ്റുകൾ അറിയാലോ. എക്സ്റേസ് ഒക്കെ അധികം എടുക്കുന്നത് നല്ലതല്ലാന്ന് പറയും. കാരണം അത്രയും വോൾട്ടേജ് ഉള്ള റേ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ അത് ശരീരത്തിന് അത്രയധികം നല്ലതല്ല. പക്ഷെ ചില രോഗങ്ങൾ നമുക്ക് വരുമ്പോൾ അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കപ്പെടും. അപ്പൊ അങ്ങനെയുള്ള റേസ് കടത്തിവിടുന്നതും അതിന്റെയൊക്കെ ഒരു കുറെ എന്താ പറയാ കുറെ അഡ്വേഴ്സ് ഇഫക്റ്റുകളായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഈസി മെത്തേഡാണ്, ഒരു ഈസി ടെക്നോളജിയാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. അപ്പൊ അതും ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ റേഡിയോളജി എന്ന് പറയുന്നത് ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഡയഗ്നോസിസ് ചെയ്ത് രോഗം കൺഫേം ചെയ്യാനുള്ള ഒരു രീതിയാണെന്ന് മാത്രം. അതിൽ ഉപയോഗിക്കുന്ന മെഷീൻസിന്റെ പേര് മറക്കണ്ട. ഓക്കെ, അതിൽ ഉപയോഗിക്കുന്നത് റേഡിയോഗ്രാഫി, അതുപോലെ തന്നെ ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ്, ദെൻ ഓൾസോ എന്താ പറയാ ഈ അൾട്രാസൗണ്ട് കളർ ഡോപ്ലേഴ്സ്, അൾട്രാസൗണ്ട് ഉപയോഗിച്ച് അതിനുള്ള കാര്യങ്ങൾ ഓർഗൻസിന്റെ ഡിസീസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നു, ഏതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ തന്നെ ഏത് രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ പഠിക്കാം. ഓക്കെ, മെഷീൻസിന്റെ പേര് മറക്കണ്ട കേട്ടോ. ഏതൊക്കെ മെഷീൻസ് ആണ് റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നത്, എക്യുപ്മെന്റുകൾ. ക്ലിയർ? മനസ്സിലായോ? അടുത്തത് പറഞ്ഞോട്ടെ. യെസ്, അടുത്തത് പറയാൻ പോവാണേ. ഓക്കെ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടിംഗിൽ വരുന്ന നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചോ? CSSD എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചോ? സോ that means there is no need to explain. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ CSSD ഈ രണ്ട് സെന്റൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അവിടെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ എന്താണ് CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന്, എന്തൊക്കെ കാര്യങ്ങളാ CSSDയിൽ നടക്കുന്നതെന്നും അല്ലെ, അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു ഫ്ലോ പോലെ ഒരു കഥ പോലെ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. സെൻട്രൽ സ്റ്റെറിലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ഹോസ്പിറ്റൽസിലെ ഏതൊക്കെ എക്യുപ്മെന്റുകൾ, ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ആണ് യൂസ്ഡ്, ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, പേഷ്യൻസിന് സർജറീസും പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒത്തിരി മറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഷാർപ്പായിട്ടുള്ളതും ഷാർപ്പ് അല്ലാത്തതും ഉള്ള ഇഷ്ടംപോലെ മെറ്റീരിയൽസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ എക്യുപ്മെന്റ്സ് ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി സ്റ്റെറിലൈസ്ഡ് ആൻഡ് യൂസ്ഡ് ഫ്രം ടൈം ടു ടൈം. ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് വേണം മറ്റുള്ള പേഷ്യൻസിന് വേണ്ടി ഉപയോഗിക്കാനാണെങ്കിൽ. എന്ത് പറ്റും? The disease will contaminate to other patients. മറ്റു രോഗങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിലേക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആളുകൾ ഉപയോഗിച്ച എന്താ പറയാ ഈ പറയുന്ന സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാതെ മറ്റൊരാളിൽ ഉപയോഗിച്ച് നമുക്ക് പറ്റും അതിലുണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ രോഗാണുക്കൾ മറ്റൊരാളിലേക്ക് അയാൾക്ക് ഇല്ലാത്ത രോഗവുമായിട്ട് വേറെ പോകേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഡിസീസസ് കണ്ടാമിനേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് ഇല്ലാതാക്കാൻ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അപ്പോ ഒത്തിരി ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റുകളും ഫ്രം ടൈം ടു ടൈം സമയമൊക്കെ ഉണ്ട്. ആ ഒരു ഡ്യൂറേഷനിൽ അത് കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്റ്റെറിലൈസ് ചെയ്ത് അതൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തുന്നു ഒക്കെ നിങ്ങൾ വളരെ വിശദമായിട്ട് CSSD പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ വൈൽ ഹാൻഡിലിംഗ് വിത്ത് ദീസ് എക്യുപ്മെന്റ്സ്, ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം ഇൻസ്ട്രുമെന്റ് ഒക്കെ വളരെ നല്ല രീതിയിലും
തന്നെ വേണം എന്ത് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, കാരണം അതിനകത്ത് സർജറീസ് ചെയ്യേണ്ട ഷാർപ്സ് ആയിട്ടുള്ള മറ്റ് മെറ്റീരിയൽസും എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ വളരെ കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്ത് കെയർ ആയിരിക്കണം ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആണോ? അതിന് ഹോസ്പിറ്റൽസിന്റെ കൃത്യമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് റൂൾസ് ഫോളോ ചെയ്ത് മാത്രമേ സ്റ്റെറിലൈസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമുണ്ട്. ഓരോ ഹോസ്പിറ്റൽസിനും അവരുടേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓരോ പോളിസീസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ ഇന്ന ഡേറ്റിൽ അത് സ്റ്റെറിലൈസ് ചെയ്തു, അത് സ്റ്റെറിലൈസ് ചെയ്ത് പാക്ക് ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ സ്റ്റോർ ചെയ്ത് വെച്ചു. അത് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റുകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഡേറ്റ്, അപ്പൊ ഓരോ ഡേറ്റിംഗ് ഒക്കെ ഉണ്ട്. ആ ഡേറ്റ് ഒക്കെ നോക്കി അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അതാണ് പറഞ്ഞത്, കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കാര്യങ്ങൾ ഫംഗ്ഷനൊക്കെ ക്യാരി ഓൺ ചെയ്യുന്നത്. ക്ലിയർ ആയോ? പറയട്ടെ. അടുത്തത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് സിമ്പിൾ ആണ്, വേർഡ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്താണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി? ടു കീപ് ദ ഹോസ്പിറ്റൽ നീറ്റ് ആൻഡ് ക്ലീൻ. അല്ലെ, ഹോസ്പിറ്റൽസിന്റെ എന്താ പറയുക പരിസരവും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനകവും പുറത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കാം. വൃത്തിക്ക് എന്താ പറയാ പര്യായമാണ് നമ്മുടെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇപ്പൊ എന്താ പറയാ ഹോസ്പിറ്റലാണ്, പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. പോകുന്ന വഴിയിലൊക്കെ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡുകൾ, ബ്ലഡ് ആകാം, മറ്റുള്ളതൊക്കെ ചിലപ്പോൾ അവിടെയൊക്കെ സ്പീൽ ചെയ്തിട്ടുണ്ടാകാം ഫ്രം ടൈം ടു ടൈം. അതൊക്കെ കൃത്യമായിട്ട് ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും അതിന്റെ പിന്നാലെ ഉണ്ടായിരിക്കും. ഇന്ന് ഒത്തിരി എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവിടെയും പല ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് ക്ലീനേഴ്സ് ഒക്കെ വാക്വം ക്ലീനേഴ്സ് ഉപയോഗിച്ച് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങളൊക്കെ അവിടെ സ്പില്ലായിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, പേഷ്യൻസും അവരെ കാണാൻ പറ്റുന്നവരെ പോകുന്നവരൊക്കെ അവിടെയൊക്കെ തട്ടിപ്പറിച്ചൊക്കെ വീഴാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ, ടു അവോയ്ഡ് ഓൾ ദീസ് തിങ്സ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഹോസ്പിറ്റൽസിൽ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആൻഡ് ദേ ഹാവ് ടു ഓൾസോ ക്ലീൻ ദ ഫ്ലോർസ്, റൂംസ് ഓഫ് ദ പേഷ്യൻസ്. ഹോസ്പിറ്റൽസിന്റെ ഏതൊക്കെ റൂമുണ്ടോ പേഷ്യൻസിന്റെ മാത്രമല്ല ഡോക്ടേഴ്സ് ഇരിക്കുന്നതായിക്കോട്ടെ അവരൊക്കെ ഇതെല്ലാം തന്നെ ക്ലീൻ ചെയ്യണം. ആൻഡ് ഓൾസോ വൈൽ ഡിസ്പോസിംഗ് ദ വേസ്റ്റ് വെൻ ആഫ്റ്റർ ക്ലീനിങ്, ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ എന്ത് പറ്റും, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലീനിങ് കഴിഞ്ഞാൽ എന്തുണ്ടാകും, തീർച്ചയായും വേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ വീടുകളൊക്കെ മുറികളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേ, പൊടിയും അല്ലെങ്കിൽ പേപ്പേഴ്സിന്റെ കഷ്ടങ്ങളോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അതൊക്കെ പിടിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. ആ വേസ്റ്റുകളൊക്കെ തന്നെ നമ്മൾ എന്താ ചെയ്യാം, നമ്മുടെ മുറികളുടെ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ ഹോസ്പിറ്റലാകുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും വേസ്റ്റ് ചെയ്ത് അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് മാത്രമാണ് എങ്ങനെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ഇന്ന സാധനം എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി കുറച്ച് തൂത്ത് വൃത്തിയാക്കിയതാണ്. ആ വേസ്റ്റ് കൊണ്ടുപോയി കണ്ടതൊക്കെ എന്താ പറയാ ഹോസ്പിറ്റലിന്റെ വാതുക്കലോ അല്ലെങ്കിൽ എവിടത്തേക്ക് അതിന്റെ രൂപത്തോ ഒക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലോ അവിടെ പറ്റിയെങ്കിൽ വീണ്ടും ഈ അകത്തോട്ടൊക്കെ അധികം സമയം വേണ്ടിയില്ല അല്ലെ. പല രീതിയിലും അതൊക്കെ വാരി വെച്ചിട്ടിട്ട് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ജീവികളോ വന്യജീവികളോ കാപ്പിയോ മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തുകൊണ്ടൊക്കെ വെച്ചുകൊണ്ടൊക്കെ നടക്കാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായി എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് ഹോസ്പിറ്റൽസിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ദേ ഹാവ് ടു ഫോളോ സച്ച് സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് വൈൽ ഡിസ്പോസിംഗ് ദ വേസ്റ്റ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്തായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയത് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാല എനിക്ക് അടുത്തേക്ക് പോകാനുള്ളൊരു പോസിറ്റീവ് സിഗ്നൽ കിട്ടുള്ളൂ. ആരുമില്ല? യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തത് എന്താ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറ്ററി എന്തായിരിക്കും നമ്മൾ പറയും, ഡയറ്ററി ക്യാൻറ്റീൻ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് അല്ലെ. ഈ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ദ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്. ആരൊക്കെയാണോ ഈ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ക്യാൻറ്റീനിനെ അല്ലെങ്കിൽ അവിടുത്തെ കാറ്ററിംഗ് സർവീസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർക്കൊക്കെ വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ ഹാവ് ടു ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ മെനു വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇനി ഹോസ്പിറ്റൽസിലും ഫുഡ് ഉണ്ടാക്കുന്നത് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്
ആയിരിക്കണം. അപ്പൊ ന്യൂട്രീഷണൽ മെനു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കേണ്ട ഫുഡ് ഈ പറയുന്ന ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെനു പ്രകാരമായിരിക്കണം. അല്ലെ ഒത്തിരി വലിയ എന്താ പറയാ വലിയ ഹോട്ടൽസിലോ ഒക്കെ കിട്ടുന്ന പുറത്തുള്ള ഫുഡുകളൊന്നുമല്ല. അത്യാവശ്യം രോഗികൾക്കൊക്കെ നന്നായിട്ട് ശരിക്കും അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ ബാക്കിയുള്ളവർക്ക് പുറത്തു വേറെ കഴിക്കാൻ പറ്റും. പക്ഷെ രോഗികൾക്ക് ഇങ്ങനെയുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടുത്തെ മെനു പ്രകാരം ഉണ്ടായിരിക്കും. സോ they have to prepare food according to the nutritional menu which is provided by the nutrition department. Okay, അപ്പൊ അതാണ് അവരുടെ ജോലി. ഇനി ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അവിടുത്തെ ഇത് കൊടുത്തത് ഓക്കെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എടുത്തതാണ്. അപ്പൊ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അവിടുത്തെ ഹെൽത്ത് ടീമിന്റെ, അതായത് ഒരു ഹോസ്പിറ്റൽസിലൊക്കെ ഹെൽത്ത് ടീമിന്റെ അകത്ത് പെട്ട ഒരാളായിരിക്കും അവിടുത്തെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. കാരണം ഡയറ്റീഷ്യനാണ് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇന്ന ഫുഡ് ഇന്ന ദിവസം ഇന്നതാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു. അപ്പൊ ആ ഒരു മെനു പ്രകാരം അവര് പ്രിപ്പയർ ചെയ്യാനുള്ള കൊടുക്കുന്നത് ഡയറ്റീഷ്യൻ ആയിരിക്കണം. ലിങ്ക്ഡ് വിത്ത് ദ ഹെൽത്ത് കെയർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ അവരുടെ കഴിവുകളൊക്കെ ചോദിച്ച് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഫുഡ് ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻചാർജ് ഓർ റെസ്പോൺസിബിൾ ഫോർ ഓർഡറിംഗ് ദ സപ്ലൈസ്. അതായത് ഓരോ പേഷ്യൻസിന് അവരവരുടെ മുകളിലാണെങ്കിലും വാർഡിലാണെങ്കിലും പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഫുഡ് എങ്ങനെയാണ് സപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ ഓർഡർ എടുക്കാനും, അതുപോലെ തന്നെ ഓർഡർ എടുക്കാൻ മാത്രം പോരാ, they have to supervise or monitor all the staff those who are preparing the food. ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര്, ഫുഡ് ഡെലിവർ ചെയ്യുന്ന ആൾക്കാര്, അവരെയൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയി സൂപ്പർവൈസ് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും പറ്റുമെങ്കിലൊക്കെ പോയി സൂപ്പർവൈസ് ചെയ്യണം. കാരണം ദ ഫുഡ് പ്രിപ്പയർഡ് അറ്റ്മോസ്ഫിയർ, ഏത് അന്തരീക്ഷത്തിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അല്ലെ അതൊരു വലിയ കാര്യം തന്നെയാണ്. വളരെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വളരെ വൃത്തിയോട് കൂടിയൊക്കെ ഉണ്ടാക്കണം ഫുഡ്. അത് പാക്ക് ചെയ്യുന്നത് നല്ല ഹൈജീനിക് ആയിട്ടുള്ള പാത്രങ്ങളില്, അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന ആൾക്കാരും കുറച്ചുകൂടി ഹൈജീനിക് ആയിരിക്കണം. അല്ലെ അതില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് എന്റെ വേഷമൊക്കെ ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലേ. എത്ര നല്ല ടേസ്റ്റി ഫുഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചാലും അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു അപ്പിയറൻസ് കൂടി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ അങ്ങനെയല്ലേ നമ്മളൊക്കെ വീടുകളിൽ ഫുഡ് ഉണ്ടാക്കുന്നവരല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന കിച്ചണിൽ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അവിടെയൊക്കെ എപ്പോഴും വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് കയറുന്നു ഒരു ഫുഡ് കഴിക്കുന്നത് എത്താൻ വന്നേ. സോ നമ്മൾ അവർക്ക് കൂടി ഒരു ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കിച്ചണിലേക്ക് എങ്ങനെയാണെന്ന് ഇന്നൊക്കെ ഭയങ്കര ഓപ്പൺ കിച്ചൺസ് ആണ് അല്ലെ മിക്ക വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാൻ പറ്റും. അപ്പൊ ആ കിച്ചൺ കണ്ടു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണ വേണ്ടെന്ന് ഒരു തീരുമാനത്തിലെത്താനായിട്ട് ചിലപ്പോൾ സമയമെടുക്കും. ബിക്കോസ് അങ്ങനെയായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഹൈജീനിക് ആയിട്ട് ഒരു ഇതമാണ് എന്താണ് പറയുക, ഇപ്പോൾ നമ്മുടെ വീടൊക്കെ ശുദ്ധിയായിരിക്കണം, വൃത്തിയായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വൃത്തിയും ഇതൊക്കെ ഇല്ലാതെ ആകുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങളൊക്കെ കടന്നു വരാനായിട്ട് സാധ്യത. അപ്പൊ അതുകൊണ്ട് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം, പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ഫുഡ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം അത് നമ്മൾ എന്താ പറയാ എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്, അതിന്റെ പാക്കിങ്സും പാക്കേജിങ്സും ഒക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് തന്നെ ഉണ്ടോന്നുകൂടി ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഓക്കെ, ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇത് മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രത്യേകത. ക്ലിയർ ആണോ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായില്ലേ? യെസ്. ആൻഡ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് മെഡിക്കൽ സോഷ്യൽ വർക്ക്. MSW എന്ന് കേട്ടിട്ടുണ്ടോ? MSW എന്ന് കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? അതായത് നമ്മൾ സാധാരണ സോഷ്യൽ വർക്ക് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയും അല്ലെ. എന്നാൽ ഹോസ്പിറ്റൽസിൽ നിന്ന് ഒത്തിരി ഇതുപോലുള്ള മെഡിക്കൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളും ഇന്ന് ഹോസ്പിറ്റൽസിലുണ്ട്. എന്താണ് കാരണം? നമുക്കറിയാം ഹോസ്പിറ്റൽസ് എന്ന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് രോഗങ്ങൾ വരുമ്പോ ചെല്ലുക, ഡോക്ടറെ കാണുക, നമുക്ക് വേണ്ട മരുന്നൊക്കെ വാങ്ങിക്കുക, തിരിച്ചു വീട്ടിൽ പോകുക. ഇൻപേഷ്യൻസ് ആണെങ്കിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്മിഷൻസ് കഴിഞ്ഞ് അവരുടെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകുക, ഇതൊക്കെയാണ്. പക്ഷേ while we are visiting the hospital, the patients as well as the family members face some psychosocial issues or mental stress while coping with their illness.
രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസിലേക്ക് ചെല്ലുന്ന രോഗികളായിക്കോട്ടെ, രോഗികളുടെ എന്താ പറയാ ഫാമിലി മെമ്പേഴ്സ്, ഇവരെ കൊണ്ട് പോകുന്നവരായിക്കോട്ടെ, അവര് ചില എന്താ പറയാ ഒരു മെന്റൽ സാമൂഹ്യപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു എന്താ പറയാ നമ്മുടെ മാനസികപരമായിട്ടുള്ള ചില ഇല്ലസുകൾ അല്ലെങ്കിൽ ചില ഡിസ്റ്റർബൻസുകൾ, ചില സ്ട്രെസ് ഹോസ്പിറ്റൽസിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MSW എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ രോഗം മാറുന്നവരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില ആളുകൾക്ക് എവിടെ പോകണം, അല്ലെ, ഇന്ന ഡോക്ടറെയാണ് കാണേണ്ടത്. വലിയ വലിയ ഹോസ്പിറ്റൽസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എവിടെയാണ് ആൾക്കാർ ഇരിക്കുന്നത്, എവിടെ പോയാലും നമുക്ക് വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്താൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു ലാബിൽ പോകണമെന്ന് നമുക്കത് അറിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം ഉള്ള ഒരു പേഷ്യന്റ് ആണ് വന്നേക്കണത്, ആൾക്കത് ആ ക്ലെയിമിന് വേണ്ടി എവിടെ പോകണം, ഡെസ്കിലേക്ക് എത്തണം, അങ്ങനെയുള്ള ചില മെന്റൽ സ്ട്രെസ്സുകൾ, ഭയങ്കര ഒരു വിഭ്രാന്തി, എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. എല്ലാവരുടെയും കാര്യമില്ല കേട്ടോ, അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുറെ എന്താ ചെയ്യുന്നത്, ഭയങ്കര ടെൻസ്ഡ് ആകും, അല്ലെങ്കിൽ ഭയങ്കര നെർവസ് ആകും, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത രോഗത്തിന്റെ ഒരു കാര്യം ഒരു വശത്ത്. അതിനൊപ്പം തന്നെ ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, ഞാൻ ഇതൊക്കെ എവിടെ പോകും എന്ന് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഫേസ് ചെയ്യുന്ന അത്തരം മെന്റൽ സ്ട്രെസ്സുകളൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ദീസ് തിങ് വിൽ ഹെൽപ്പ് ദ പേഷ്യൻസ്, അല്ലെങ്കിൽ സച്ച് ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള പേഷ്യൻസിനെയും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഈ MSW എന്ന് പറയുന്ന ഒരു ടീം ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ്. അവര് എന്ത് ചെയ്യുന്നു, ഇവരെ ഹെൽപ്പ് ചെയ്യാം. അവർ ചില വാക്കുകൾ കൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ചില ഗൈഡൻസ് കൊടുത്തുകൊണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മെഡിക്ലെയിം വേണം, അപ്പൊ നിങ്ങൾ പോകേണ്ടത് ഇന്ന സ്ഥലത്താണ്, വി വിൽ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ ഞങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ കൊണ്ടുവാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ചില പേപ്പർ വർക്ക്സോ മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. സോ ഓൾ ദീസ് തിങ്സ് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ആ ഒരു സേവനം ആവശ്യമുള്ള ചില വിഭാഗങ്ങളുണ്ട്. എല്ലാവർക്കും ചിലർക്ക് അതിനെ കുറിച്ചൊക്കെ വലിയ കാര്യമായ ധാരണ ഉണ്ടാവും, അവർ തന്നെ സ്വന്തമായിട്ട് പോയി ചെയ്തു. പക്ഷെ ഇങ്ങനെയും ഒരു വിഭാഗമുണ്ട്, 75% ഒക്കെ ആളുകളും ഇങ്ങനെയൊക്കെ വരുന്നുള്ളൂ. സോ ടു ഹെൽപ്പ് ദം, അങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്ന ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു ഹെൽപ്പ് കൊടുക്കാൻ. ആൻഡ് ഓൾസോ അവരെങ്ങനെയെങ്കിലും പറയാം, ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ഡോക്ടേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസും തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ട്, ഒരു പാലമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് MSW അല്ലെങ്കിൽ മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവരിന്ന് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഹോസ്പിറ്റൽസിലൊക്കെ ഒരുപാട് അങ്ങനെയുള്ള ആളുകൾ ഇന്നത്തെ ഒരു കോഴ്സ് തന്നെയുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഇതൊക്കെ നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന പോലെ തന്നെ ഇതൊരു കോഴ്സ് തന്നെയാണ്. വിദേശത്തൊക്കെ ഇതിന് ഭയങ്കര സ്കോപ്പുമാണ്. ബിക്കോസ് അവിടേക്ക് ഒത്തിരി ഹോസ്പിറ്റൽസ് മാത്രമല്ല കേട്ടോ, അതെ അറിയാവുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽസ് മാത്രമല്ല, അവിടെ ഒത്തിരി നഴ്സിംഗ് ഹോംസ് ഉണ്ട്. ഈ ഒത്തിരി എന്താ പറയാ ഭയങ്കര ഇച്ചിരി പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ അവരെ ഇതുപോലുള്ള നഴ്സിംഗ് ഹോംസിൽ നിർത്തിയിട്ടേ അവർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്ലി പേയ്മെന്റുകളൊക്കെ കൊടുത്ത് അവരുടെ ഫുഡ്, അവരുടെ ഡ്രസ്സിങ്, അവരുടെ അക്കോമഡേഷൻ, ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൈസയൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ചില നഴ്സിംഗ് ഹോംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള നഴ്സിംഗ് ഹോമുകളിലും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ജോലി സാധ്യതകളുള്ള ആള്. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഈ പറയുന്ന കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് വിദേശത്ത് പോയിട്ട് നല്ല രീതിയിലുള്ള നല്ല സാലറി ആയിട്ടുള്ള ജോബ് വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ ഇതിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതും വലിയൊരു സ്കോപ്പുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഓക്കെ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് സ്കോപ്പില്ലാത്ത ഒരു മേഖലയില്ല, ഇൻക്ലൂഡിംഗ് അവർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കണ്ടിട്ടുണ്ടാവുമായിരിക്കും, നിങ്ങൾ കണ്ടിരുന്നോ? നമ്മുടെ ഒരു കോൺവെക്കേഷൻ സെറമണി ഇവിടെ കഴിഞ്ഞ സാറ്റർഡേയിൽ കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയോ അതിന്റെ സ്റ്റാറ്റസോ സ്റ്റോറീസോ ഒക്കെ നിങ്ങൾ കണ്ടിരുന്നോ? എവിടെയെങ്കിലും കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കാര്യത്തിലും ഒരു വ്യക്തി എന്തും ഉണ്ടാകുമായിരിക്കും. ചിലപ്പോഴൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ എന്താ പറയാ അത്തരം ഡൗട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ കൊണ്ടുപോയി ഉണ്ടാവും തീർച്ചയായിട്ടും. ചില ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, നമ്മളിപ്പോ ഒരു കോഴ്സിന് വരുന്നു. ഇപ്പോഴാണെങ്കിലും ഒരുപാട് എന്താ പറയാ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടേ നമുക്ക് ആരാ ശരി ആരാ തെറ്റ് എന്ന് മനസ്സിലാക്കാൻ എനിക്കും അങ്ങനെ തന്നെ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ട് അല്ലെ. ഹൂ ഈസ് റൈറ്റ് ഹൂ ഈസ് റോങ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ള ആളുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വിശ്വസിപ്പിക്കണമെന്നും അറിയില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മളെ
വിശ്വസിച്ച് നമ്മളോടൊപ്പം കൂടിയിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ബെസ്റ്റ് ബന്ധം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു എന്താ പറയാ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രൂഫ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ അതൊക്കെ കണ്ടപ്പോൾ അല്ലെ, ഇപ്പൊ 150 about 200 അടുത്തുള്ള കുട്ടികൾ വന്നു. അവര് ആ ബാച്ചിൽ അത്രയും പിള്ളേരല്ല കേട്ടോ, കുറച്ചധികം ഉണ്ട്. പറ്റാവുന്നവർക്കല്ലേ വരാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമ്മൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് അതനുസരിച്ച് അവര് ഫംഗ്ഷൻ വെച്ചത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിലും വളരെ ഭംഗിയായിട്ട് ഗ്രാൻഡ് ആയിട്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്യുകയും ചെയ്തു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്കും അതുപോലെയുള്ളത് കാര്യങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. അത് വരാൻ നമ്മൾ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഒത്തിരി ദൂരെയുള്ള ആളുകളാണല്ലോ. പിന്നെ ഓൺലൈനല്ലാതെ നമുക്ക് ഓൺലൈനേ ഉള്ളൂ, ഓഫ്ലൈൻ ഇല്ല ഇവിടെ. അതും ഓൺലൈൻ തന്നെയാ, അതല്ലേ പറഞ്ഞേ. അപ്പൊ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ റിവ്യൂസ്, അവരുടെ കമന്റുകളൊക്കെ ഇവിടെ വന്നിട്ട് അതൊക്കെ നമ്മളോട് പറഞ്ഞു, ഷെയർ ചെയ്തു. അതിന്റെ വീഡിയോസ് ഇനി വേറെ വരും. അവരുടെ എക്സ്പീരിയൻസ് അത് ക്ലാസ്സിനെ കുറിച്ചിട്ടാകാം, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടാകാം, അതൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഇതുപോലെയുള്ള സ്റ്റോറീസ് ആയിട്ടൊക്കെ വീഡിയോസ് ആയിട്ടൊക്കെ മുകളിലേക്ക് എത്തും. അപ്പൊ അത് ഓൺലൈൻ തന്നെ. ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സസ് എനി ബാച്ചസ്, ഒരിക്കലും ഒരു ഓഫ്ലൈൻ ബാച്ചസ് നമ്മൾ ഇവിടെ നടത്തിയിട്ടില്ല. അപ്പൊ ഞാൻ അന്നൊരു വാക്ക് വന്നപ്പോ ടീച്ചറും മറ്റു കേസിൽ പെട്ടാണോ ചിലപ്പോ ചിലർക്കെങ്കിലും അത് തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ അത് കുറച്ചുകൂടി നിങ്ങളുടെ ആ ഒരു ഇതിനെ സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇല്ലേ? ആണോ? ഇല്ലേ? ആണോ? നിങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ മാത്രം മുഖം കണ്ട് നിങ്ങളുടെ മുഖം കാണാതെ ഇരുന്ന് പഠിച്ചവരാണ് അവര്. വന്നപ്പോ ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര സന്തോഷം. ആ സന്തോഷവും ഞാൻ ഈ പറഞ്ഞറിയിക്കണം. ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് കുറഞ്ഞാലും വേണ്ടില്ല. അത് അറിയിക്കാന്ന് വെച്ചാലേ അങ്ങനെ പറയണ എന്താണെന്നറിയോ, നിങ്ങളെ നിങ്ങൾ കാണുന്നത്, പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് കാണാത്തതുകൊണ്ട് ആ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ അവർക്കറിയാം. പക്ഷെ നമുക്ക് വന്ന് കണ്ട് കൂടെ വരുന്നത് പാരന്റ്സ് ഉണ്ട്, ഹസ്ബൻഡുമായിട്ട് വരുന്നവരുണ്ട്, പിന്നെ എന്താ പറയാ കുട്ടികൾ, കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാ കുട്ടി, നമ്മൾ പഠിപ്പിച്ച കുട്ടിയാരാ, നമ്മുടെ സ്റ്റുഡന്റ് ആരാണെന്ന് നമുക്ക് അറിയില്ല. കുറെ പേരൊക്കെ കൂടി വന്നിട്ട് മിണ്ടൽ പറയുള്ളൂ, കെട്ടിപ്പിടിക്കുക. കാരണം അവർക്ക് നമ്മളെ വളരെ ഫെമിലിയർ ആണ്. നമുക്കാണ് അറിയില്ലാതെ ചെന്നിട്ട് ഇനിയിപ്പോ ചെന്ന് അറിയുമ്പോ ഇന്ന ആളാണോ, അയ്യോ ഞാനല്ല പഠിച്ചത്, ഇന്ന ആളാ പഠിച്ചതെന്ന് പറയേണ്ടി വരില്ല. കുട്ടി കൊണ്ടുവന്നിട്ട് അവരുടെ ആ ഒരു സന്തോഷം, കണ്ടതിലുള്ള സന്തോഷം, ആ ഒരു എന്തോ കുറെ നാളുകൾ നമ്മള് കാണാതിരുന്നിട്ട് ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകടനമില്ലേ, അതായിരുന്നു ഇവിടെ നടന്നത് കൂടുതലും. അതുകൊണ്ട് ആ ഒരു സന്തോഷം ഉണ്ടാ ഞാനിപ്പോ പ്രകടിപ്പിച്ചത്. അപ്പൊ അതുപോലെ നിങ്ങളെ കാണാൻ പറ്റും, കാണണം, തീർച്ചയായിട്ടും എല്ലാ ബാച്ചിലും കാണുന്നത് നമുക്ക് ആഗ്രഹമുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ടേൺ വരുമ്പോ അതൊക്കെ നടക്കും. അപ്പൊ നമുക്ക് പഠിച്ച രീതിയിൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തായാലും അങ്ങനെ വാങ്ങിക്കാനായിട്ട് വരേണ്ട സമയത്ത് എന്തായാലും നിങ്ങളെ അറിയിക്കലും, അപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഉണ്ടായിരുന്നു, ആരും ഇവിടെ ഓഫ്ലൈനൊന്നും ഇല്ല, എല്ലാം ഓൺലൈൻ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു അത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്ന പിള്ളേരാണെന്നല്ലേ. പത്തനംതിട്ട, ഇത് ഞങ്ങളിപ്പോ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. പത്തനംതിട്ട, കണ്ണൂര്, മംഗലാപുരം, എവിടെയൊക്കെയോ ഉള്ള ആളുകളെ വന്നത്, വയനാട്, ഇഷ്ടം പോലെ ദൂരെ നിന്നൊക്കെ തലേ ദിവസമൊക്കെ വന്നിട്ട് ഇവിടെ അടുത്തൊക്കെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് ഫംഗ്ഷന്റെ സമയത്തിന് കറക്റ്റ് വന്നതും, ദൂരെ നിന്ന് അന്ന് മോർണിംഗിൽ തന്നെ പുറപ്പെട്ട് വന്നതും, തലേ ദിവസം രാത്രി പുറപ്പെട്ടിട്ട് ഇവിടെ ഫംഗ്ഷൻ തുടങ്ങുന്ന സമയത്ത് എത്തിയവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമായി ഞങ്ങൾക്കും എല്ലാവർക്കും. അവർക്കും അതിനേക്കാൾ ഉപരി സന്തോഷമായി വന്നപ്പോ. ഓക്കെ, കാരണം നമുക്ക് അങ്ങനെ പേടിക്കേണ്ടി വരും. കാരണം ഒത്തിരി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തത് വെറുതെ ആയി പോകുമ്പോ എന്നൊക്കെ നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വന്നത്. ഓക്കെ, വേണ്ടി ഞങ്ങൾ പറഞ്ഞത് മാത്രം. അപ്പൊ ഇത്തരം മെഡിക്കൽ സോഷ്യൽ വർക്ക്സ് ഒക്കെ പല ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഹോസ്പിറ്റൽസിലൊക്കെ ഒരുപാടുണ്ട്. അത്തരം മെന്റൽ സ്ട്രെസ് അതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുക, മെന്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നാണ്. ഇവിടെ എന്താ പറയാ, രോഗം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് അല്ല, അതുകൊണ്ടാണ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന സമയത്ത് whatever difficulties they are facing, മെന്റലി സോഷ്യലി ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും ഒരു എന്താ പറയാ ഒരു സഹായം അല്ലെ. ചിലപ്പോ ഒരു വേർഡായിരിക്കും, ഒറ്റ വാക്കായിരിക്കും, അപ്പോട്ടില്ല പോട്ടെ അത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പുറത്ത് തട്ടിയൊക്കെ അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ കൊടുക്കുക ചെയ്ത്. അതാണ് MSWയുടെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണോ? ക്ലിയർ ആയോ?
യെസ്, അടുത്ത ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, വിച്ച് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത്, നമുക്കറിയാം ഇത് ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് റിഹാബിലിറ്റേഷൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളത് അല്ലെ, കിടത്തിയും ഒക്കെ എന്താ പറയുക റിഹാബിലിറ്റേറ്റ് ചെയ്ത് പേഷ്യൻസിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ്, തെറാപ്പി ട്രീറ്റ്മെന്റ് ആണ്. ഇറ്റ് ഓൾസോ ഈസ് ലിങ്ക്ഡ് വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ അസ്ഥികൾ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. കാരണം എന്താ, പിരിഞ്ഞുമ്പോഴൊക്കെ വീണ് എന്തെങ്കിലുമൊക്കെ പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടല് ഇതൊക്കെ പറ്റി കുറെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് കുറെ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നീട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മാസം ഉണ്ടല്ലോ പറയുന്നത് കർക്കിടക മാസത്തിലൊക്കെ ഇതൊക്കെ കുറെ വീഴ്ചകളൊക്കെ വന്നിരിക്കണവർക്കൊക്കെ ആ സമയത്ത് ഒത്തിരി നടുവേദന, കാലുവേദന, കൈവേദന ഇങ്ങനെയൊക്കെ വരും. അപ്പൊ അതൊക്കെ വരാതിരിക്കാനായിട്ട് ആ ഒരു എന്താ പറയാ രോഗം മാറിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന കൊടുക്കുന്ന ഒരു തെറാപ്പി, ഒരു ഹീറ്റിംഗ് ഒരു പ്രൊസീജിയേഴ്സിലൂടെയോ ഒക്കെ കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് നമ്മുടെ ഫിസിയോതെറാപ്പി. അപ്പോ ഇതും രോഗം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് തെറാപ്പീസ് and also it facilitate the patient to resume their normal functioning. അവരുടെ ബോഡിയിൽ ഇത്തരം അസ്ഥികൾക്ക് മറ്റൊക്കെ ഉണ്ടാകുന്ന ഫംഗ്ഷനിങ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചില ഡിസീസസ് ബാധിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം വീഴ്ചയുമ്പോൾ ഉണ്ടാകുന്ന ഫംഗ്ഷനിങ് ഒക്കെ പ്രോപ്പർ ആവാത്തതിനൊക്കെ നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉദ്ദേശം. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻപേഷ്യന്റ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് സർവീസ്. രണ്ട് രീതിയിൽ കൊടുക്കുന്നുണ്ട്. വന്നു പോയി ഒക്കെ ചെയ്യുന്നവരും ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്മുടെ ഈ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊട്ടപ്പുറത്തൊരു തെറാപ്പി റിഹാബിലിറ്റേഷൻ ഒരു സെന്റർ ആണ്. അവിടെ ഇതുപോലെ പേഷ്യൻസിനെ എല്ലാ ദിവസവും കൊണ്ടുപോയി ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സെന്ററിന്റെ തൊട്ടടുത്ത് പറഞ്ഞത് മാത്രം. ഓക്കെ, ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. റിഹാബിലിറ്റേഷൻ പേഷ്യൻസിനെയാണ് ഇവർ എയിം ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഫാർമസി ആണ്. എവറി ഹോസ്പിറ്റൽ വിൽ ബി എക്യുപ്ഡ് വിത്ത് ഫാർമസി വിച്ച് പ്രൊവൈഡ്സ് ദ ഡ്രഗ്സ് ഫോർ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന് വേണ്ടി വരുന്ന എല്ലാ തരം മരുന്നുകളും, ഒരു ഹോസ്പിറ്റലിന് വേണ്ടി വരുന്ന എല്ലാ തരം മരുന്ന് എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്ത് എന്തൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ടോ എന്ന് നേരത്തെ കൂടി അസ്യൂം ചെയ്ത് ഡ്രഗ്സ് ഒക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിനകത്തുള്ളതാ. ആ ഹോസ്പിറ്റലിൽ കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. സോ കാർഡിയോളജി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതിന് വേണ്ട പർട്ടിക്കുലർ എല്ലാ മെഡിസിൻസും സ്റ്റോർ ചെയ്യണം അല്ലെ. ഇനി ENT ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഇയർ നോസ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ രോഗങ്ങളുമായിട്ട് ആൾക്കാർ വരാൻ സാധ്യതയുണ്ടോ അതിനുവേണ്ടി വരുന്ന എല്ലാ തരത്തിലുള്ള മരുന്നുകളും സ്റ്റോർ ചെയ്യണം. എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. കാരണം ഓരോ ദിവസം നമ്മൾ ഇന്ന് കേൾക്കുന്ന രോഗത്തിന്റെ പേര് വിവരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടോ രോഗം. ചില പുതിയ പുതിയ രോഗങ്ങൾ കണ്ടെത്തിയിട്ടാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ഇന്നൊരു രോഗം പുതിയതായിട്ട് കേട്ടു, നാളെ വേറെ രോഗമായിരിക്കും. അപ്പൊ എല്ലാ രോഗത്തിനും മരുന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ എല്ലാ മെഡിസിൻസും അവിടെ കാണും. അതേസമയം ഞാൻ പറയാണ് ഗൈനക്കോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണ് ഗൈനക്കോളജി. അതായത് സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. ദർ ഇസ് നോ സച്ച് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അസ്യൂം ചെയ്യുക, സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഗൈനക്കോളജിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ട മരുന്നുകൾ കൊണ്ട് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പറഞ്ഞല്ലേട്ടോ, പറഞ്ഞാണോ? ഇല്ല, ആവശ്യമില്ലല്ലോ നമുക്കത്. അതാണ് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽസിന്റെ ഡ്രഗ് റിക്വയർമെന്റ്സ് അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഡ്രഗ്സും മരുന്നുകളൊക്കെ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഇടമാണ് ഫാർമസി എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ. ഓക്കെ, ഇനി മെഡിക്കേഷൻസ് കൊടുക്കുക, അതായത് മരുന്ന് കൊടുക്കുക മാത്രമല്ല, പേഷ്യൻസിന് വേണ്ട മരുന്നുകളോടൊന്ന് സ്റ്റോർ ചെയ്ത് മാത്രമല്ല ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ്സ്, അതായത് ചില ഇൻസ്ട്രുമെന്റുകൾ ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നെബുലൈസിംഗ് ചെയ്യുന്ന മെഷീൻ അല്ലെ, നെബുലൈസർ എന്ന് പറയുന്ന മെഷീൻ അല്ലേ, ശ്വാസമുട്ടൊക്കെ വരുമ്പോ ഉപയോഗിക്കേണ്ട ഒരു സാധനം ഇല്ലേ, ഭയങ്കരമായിട്ടൊക്കെ ചുമ നിൽക്കാതെ ചുമയൊക്കെ വരുമ്പോ നെബുലൈസിംഗ് ഒക്കെ ചെയ്യുന്നത് ചിലരുണ്ട്. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്ലൗസ്, പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഡോക്ടേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഗ്ലൗസ്, സിറിഞ്ചസ്, ഇതൊക്കെ കൊടുന്ന് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫാർമസി. ആൻഡ് ഓൾസോ ഈ പേഷ്യൻസിന് വേണ്ടിയിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റുകൾ, സിസേഴ്സ് ആയിരിക്കും, മറ്റേതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളൊക്കെ
ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ ആവശ്യം വരുന്ന സമയത്ത് അതനുസരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുത്തു കൊടുക്കും. അതുപോലെ രോഗികൾക്ക് വരുന്നവർക്ക് ഇൻപേഷ്യൻസിന് കിടക്കുന്നവർക്ക് ഒക്കെ ഈ ഫാർമസിയിലായിരിക്കും മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദ ഫാർമസി വിൽ ബി റൺ ബൈ ദ ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റുകളാണ് ഫാർമസി എന്ത് ചെയ്യുന്നത്, നടത്തിക്കൊണ്ട് പോകുന്നത്. ഓടിക്കാന്നല്ല, നടത്തിക്കൊണ്ട് പോകുന്നത് വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത് ഫാർമസിസ്റ്റ് തന്നെയായിരിക്കും. ആൻഡ് ഫാർമസി എന്തൊക്കെ സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ പറയുന്നത് പർച്ചേസ്, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഒരു ആശുപത്രിയിലേക്ക് വേണ്ട മെഡിസിൻസ്, അതുപോലെ തന്നെ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്ട്രുമെന്റുകൾ, ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പർച്ചേസ് ചെയ്യുക, അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കുക, സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് പേഷ്യൻസിന് ആണെങ്കിൽ മരുന്നുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ അവരുടെ പ്രധാനപ്പെട്ട സേവനം. ഇനി ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ് നടത്തുന്നത്, രോഗങ്ങൾക്ക് അവിടെ പേഷ്യൻസ് അഡ്മിറ്റഡ് ആണെങ്കിൽ അവർക്ക് എന്താ പറയാ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട്, ഔട്ട് പേഷ്യൻസിന് വന്നു പോകുന്നവർക്കും മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഫാർമസി എന്ന് പറയുന്നത്. ഇനി ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി, അതായത് ഓരോ ഹോസ്പിറ്റൽസിന് മെയിൻ ആയിട്ട് ഒരു ഫാർമസി ഉണ്ട്, അതാണ് ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഒരു ഫാർമസി. അതുകൂടാതെ വാർഡ് ഫാർമസികളും ഹോസ്പിറ്റൽസിലുണ്ട്. വാർഡ് ഫാർമസി കണ്ടിട്ടുണ്ടാവും, നമ്മൾ നോട്ടീസ് ചെയ്യാഞ്ഞിട്ടാണ്. അതായത് ഇപ്പൊ വാർഡുകൾ ഉണ്ടാവില്ലേ, മെറ്റേണിറ്റി വാർഡ് ഉണ്ടായിരിക്കും ഇല്ലേ, എന്താ നമ്മുടെ പേ വാർഡുകളൊക്കെ, അവിടെ ഇപ്പൊ കുറച്ചധികം പേഷ്യൻസ് നടക്കുന്ന സ്ഥലങ്ങൾ, അത്തരം വാർഡിന്റെ അവിടെ ഒരു ചെറിയ കൗണ്ടർ വെച്ചിട്ട് വേണമെങ്കിൽ 2 നഴ്സുമാർ ഇരുന്നിട്ട് എനിക്കുണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, പുറത്ത് നോക്കിയേക്കോ അല്ലേ, കണ്ടല്ലേ? അവരവിടെ ഇരിക്കുന്നതിനാ, വെറുതെ ഇരിക്കുന്നതല്ല, അവര് ഈ പറയുന്ന വാർഡിൽ കിടക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന എന്താ പറയാ വൈറ്റൽസ് ഒക്കെ എടുക്കൂലേ, ടെമ്പറേച്ചർ നോക്കാനോ പൾസ് നോക്കാനോ ഒക്കെ അവർ പോകേണ്ടി വരും. മാത്രമല്ല ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് മരുന്നുകൾ കൊടുക്കേണ്ടതും ഇവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഈ വാർഡിന്റെ മുമ്പിൽ ഒരു ചെറിയ ഫാർമസി പോലെ വെച്ചിട്ടുണ്ടാവും. ഈ കണ്ട ഇവിടെ സ്റ്റോർ ചെയ്യണല്ല, അവിടെ കിടക്കുന്ന ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് വേണ്ട മെഡിസിൻസ് ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുത്ത് അവിടെ വെക്കുക. എന്നിട്ട് നേരെ കൊണ്ടുപോയി ആ ഓരോ ആളുകൾക്ക് അവിടെ കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ കാലത്തെ കഴിക്കേണ്ടത് എല്ലാവർക്കും കാലത്തെ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഉച്ചയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ഉണ്ടോ അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. മാറി പോകാതിരിക്കാനും വാർഡിലൊക്കെ ആവുമ്പോഴേ അധികം ആളുകൾ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ചിലപ്പോൾ നിൽക്കൂലായിരിക്കും അവിടെ. ചിലപ്പോൾ അവര് കാലത്തൊക്കെ വന്നു അല്ലെങ്കിൽ രാവിലെ ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവരങ്ങനെ പോകും. അപ്പൊ ഇവിടെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വാർഡില് നമ്മള് എന്താ പറയാ പേഷ്യൻസിനെ ചില ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം അടുത്ത കട്ടിലൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾക്ക് ആരും നമ്മളെ ആരും നോക്കാനില്ല, പുറത്തുനിൽക്കുന്ന ആൾക്കാരാണെങ്കിലും മനുഷ്യന്മാരല്ലേ, തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു സഹായം അവർക്ക് നമുക്ക് ചെയ്തു. കൂടാതെ ഈ നഴ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് ആ മരുന്നുകളൊക്കെ കൃത്യസമയത്തിന് അവർക്ക് എടുത്തു കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിലും വാർഡ്സിലും ഓരോ ഫാർമസീസ് ഉണ്ട്. വലുതാണ് വിചാരിക്കേണ്ട ഫാർമസി നമ്മൾ നിറച്ച് മരുന്നുകൾ ഇങ്ങനെ വെച്ചേക്കുന്ന സാധനം വിചാരിക്കരുത്. കുറച്ച് കുഞ്ഞിനായിരിക്കും എന്ന് വെച്ചാൽ അതാത് ദിവസത്തേക്ക് മാത്രമുള്ള മരുന്നായിരിക്കും അവർ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് ഡേ വീണ്ടും അടുത്ത ദിവസം അവർ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസ് പോട്ടെ, ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കാം. ഓക്കെ. ആൻഡ് ഓൾസോ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ ദിസ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻസ് ബൈ ദ ഫാർമസി ടു യൂസ് ഇറ്റ് ആസ് എ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് വ്യക്തമായിട്ട് കേട്ടിരുന്നു കേട്ടോ. ഇനി അതെന്താന്ന് വെച്ചാലേ ഈ ഫാർമസിക്കാര് ഒരു ഗൈഡ് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നമ്മുടെ ഡോക്ടേഴ്സിന് ഒരു ഗൈഡ് പോലെ അവരുടെ ഫാർമസിയിലുള്ള മരുന്നുകൾ ഒരു ലിസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനാ? സോ ദാറ്റ് ഡോക്ടേഴ്സ് ക്യാൻ യൂസ് ഇറ്റ് വൈൽ പ്രിസ്ക്രൈബിംഗ് മെഡിസിൻസ് ടു ദ പേഷ്യൻസ്. തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യൻസ്, ഇപ്പൊ ഒരു കാർഡിയോളജി വിഭാഗത്തിൽ ഒരു പേഷ്യന്റ് വന്നേക്കാണ്. അപ്പൊ ആ കാർഡിയോളജി വിഭാഗത്തിൽ ഈ പറയുന്ന രോഗിക്ക് കൊടുക്കാൻ പറ്റിയ മരുന്ന് ഇന്നത് അവിടെ ഉണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നഴ്സുമാര് ചോദിക്കണോ, ഫാർമസിയിലേക്ക് വിളിച്ച് ചോദിക്കണോ? വേണ്ട. അതിന് പകരം ആ ഒരു ലിസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന മരുന്നുകളൊക്കെ ഉണ്ട്. ചില മരുന്നുകളൊക്കെ അവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട്, ഇല്ല മരുന്ന് തീരാനായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അവർക്ക് അറിയാനും പറ്റും. മനസ്സിലായി? അപ്പൊ ഇതനുസരിച്ച് തന്റെ കയ്യിലിരിക്കുന്ന അത് ഗൈഡായിട്ട് ഉപയോഗിച്ച് ഡോക്ടേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ് മെഡിസിൻസ് ടു പേഷ്യൻസ്. ആ പേഷ്യൻസിന് അതനുസരിച്ച് മരുന്ന് കൊടുക്കാൻ പറ്റും. അതാണ് പറഞ്ഞേക്കുന്നത് ആ പോയിന്റ്. ആ പോയിന്റ് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആ പോയിന്റ് ലാസ്റ്റത്തെ പോയിന്റ് പറഞ്ഞത് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ആ ഫാർമസി എന്നുള്ളത് നമ്മൾ വേഗം വായിച്ചു നോക്കുമ്പോ ഫാർമസി മാത്രം.
വായിച്ചു നോക്കിയോ? സംശയമൊന്നുമില്ലല്ലോ? അടുത്ത പറഞ്ഞോട്ടെ ഞാൻ. ഓക്കെ, അത് മാത്രമേ ഇച്ചിരി ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മിനിറ്റ് നോക്കാൻ വായിക്കാൻ പറഞ്ഞത്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഡൗട്ട്. അപ്പൊ അടുത്തത് എന്താ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്, MRD. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? The department which handles the recording and the maintaining of all the patients' files records, whether they are inpatients or outpatients. അവിടെ വന്നു പോകുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ റെക്കോർഡുകൾ എല്ലാം ഫയലുകളൊക്കെ കൃത്യമായിട്ട് ഒരു കൃത്യമായ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അവിടെ അറേഞ്ച് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഈ കണക്കുകളൊക്കെ വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ഫോർ ഫ്യൂച്ചർ പർപ്പസ് തീർച്ചയായിട്ടും ഭാവിയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും ഈ റെക്കോർഡുകൾ ഉപകരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ലീഗലി ചില കാര്യങ്ങൾ ആവശ്യമുള്ള ഒരു റെക്കോർഡാണ് വിചാരിക്കും. ഇപ്പൊ അടിപിടിയൊക്കെ ആയിട്ട് ഏതെങ്കിലും എവിടെയും വഴി കിടന്ന് തലക്കൊക്കെ കൂടി ഒരാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് ആൾക്ക് അഡ്മിറ്റഡ് ആക്കി ഭയങ്കരമായിട്ടുള്ള വലിയ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഇഷ്യൂസ് പോലീസ് വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോർവേഡ് ചെയ്യണമെങ്കിൽ there should be some record. അതുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഇന്ന അസുഖമായിട്ടാണ് ഇന്ന കണ്ടീഷനിലാണ് the patient has been arrived in the hospital, ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നത് ഈ ഒരു രീതിയിലാണ് പേഷ്യന്റ് വന്നത്, അല്ലെ വരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, പിന്നെ ഇവിടെ നിന്ന് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തു, കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നപ്പോ അതിന്റെ ശേഷം അഡ്മിറ്റ് ചെയ്തു, ആരാണ് പേഷ്യന്റിന്റെ ഒപ്പം വന്നത്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തെങ്കിൽ അതൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതൊക്കെ കൃത്യമായ ഓർഡറിൽ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം ചേർത്ത് വെക്കണം. ബിക്കോസ് ഫ്യൂച്ചറിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാവ് ടു റിപ്ലൈ. തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസ് അതിന് ഉത്തരം പറയണം. അപ്പൊ അതിന് റെക്കോർഡ് വേണ്ടേ? പറ്റൂലല്ലോ. അല്ലാണ്ട് നമ്മൾ ഓർഗൻ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? ഓർഗൻ സൂക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആൾക്കാർ പറഞ്ഞത് ഒന്നും തെളിവല്ല, അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് എവിഡൻസ് ആവശ്യമുണ്ട്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡിൽ സൂക്ഷിച്ചു വെക്കണം. കാരണം അതൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് MRD അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? Yes. Next one, maintenance, medical maintenance and engineering department ആണ്. Medical maintenance and engineering departments. ആ കേൾക്കുമ്പോൾ തന്നെ അറിയാം. Maintenance, engineering എന്തായിരിക്കാം? That means to make the hospital in operable condition. ഒരു ഹോസ്പിറ്റലിനെ അതിന്റെ എപ്പോഴും അതിനെ പ്രവർത്തന നിരതമാക്കി വെക്കാൻ കെൽപ്പുള്ളതാക്കുന്നതിനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. എന്താണെന്നാവോ അങ്ങനെ ആയിരിക്കാം. മലയാളത്തിൽ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത്, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റല് നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നമ്മൾ അതിനെ ഒരു ഓപ്പറബിൾ കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റും? കൃത്യമായിട്ട് രാവിലെ വരുമ്പോൾ ഇതിന്റെ പൈപ്പ് ഓൺ ചെയ്ത് വെള്ളം വന്നു വേണ്ടേ? രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് മുഖം ഒന്ന് കഴുകിയിട്ടാണ് അടുക്കളയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അത് വെള്ളം അല്ലെ? ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഗ്യാസിനകത്ത് അതിന്റെ ആ ഫ്ലെയിം കത്തണം. മീൻസ് ഗ്യാസ് ഉണ്ടെങ്കിൽ അത് കത്തുള്ളൂ. ഓക്കെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാര ഇത്തിരി തേയിലയൊക്കെ ആവശ്യമാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മളൊന്ന് ഓണാവണം അല്ലെ? നമ്മൾ ഓണാക്കാൻ വേണ്ടിയ ഒരു ചെറിയ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ വെള്ളമായിരിക്കാം, ചിലർ ചൂടുവെള്ളമായിരിക്കാം, കഴിക്കാം, എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അപ്പോഴാണ് അത് എല്ലാം കറക്റ്റ് ആയിട്ട് അത് ഓപ്പറേഷൻസിൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഓപ്പറബിൾ കണ്ടീഷനിലായിരിക്കും. അല്ലെ? രാവിലെ ഇന്ന് ഉണ്ടാക്കുന്നത് ദോശയാണ്, ദോശയ്ക്ക് ചട്നി വേണം, അരയ്ക്കാൻ വേണ്ടി മിക്സി എന്താ പറയാ കുത്തി ഓണാക്കി, പക്ഷെ പവർ ഉണ്ട്, പക്ഷെ എന്തില്ല, അത് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അവിടെ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അപ്പൊ ഓപ്പറബിൾ കണ്ടീഷൻ ആയോ? ഇല്ല. അവിടെ ലാഗ് വരും. ഓ, ചമ്മന്തി ഇല്ല അല്ലെങ്കിൽ ചട്നി ഇല്ലാണ്ട് ഇനി എങ്ങനെ ദോശ തിന്നോ അല്ലെ? സാമ്പാർ അങ്ങനെ വെച്ചൂല, ഇത് ഉണ്ടാകാന്ന് വിചാരിച്ചതായിരുന്നു എന്നൊക്കെ നമ്മൾ നോക്കി. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓപ്പറബിൾ കണ്ടീഷനിലാക്കാൻ കെൽപ്പുള്ള ഹോസ്പിറ്റൽസിലാവുമ്പോൾ മാത്രം മെഷീൻസ് വർക്ക് ചെയ്യുന്ന എന്തൊക്കെ ഉപകരണങ്ങളുണ്ട്? AC ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീൽ ആൻഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ എവറിത്തിങ് വിൽ ഗോ ഓൺ അല്ലെ? എല്ലാം നല്ല രീതിയിൽ പോകും. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഇതുപോലെയുള്ള വിഭാഗത്തിലൊക്കെ എന്തെങ്കിലും എന്താ പറയാ ബ്രേക്ക് ഡൗൺ വന്നാൽ, പ്രവർത്തന രഹിതമായാൽ അപ്പൊ തന്നെ ആരംഭിക്കണം
ഈ പറയുന്ന മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്യണം. They have to make it clear within time, within no time, അല്ലെ? സമയം ഒട്ടും കളയാതെ അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരെ ഇവര് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യണം, എപ്പോഴും അവരുടെ കൂടെ ഒക്കെ നിന്നോട്ടോ. അവിടെ AC കംപ്ലൈന്റ് ആയാൽ വേഗം പോയി അത് റിപ്പയർ ചെയ്യണം. അങ്ങനെ കൊണ്ടെടുക്കാനാണ് അല്ല, അവരുടെയൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്പേഴ്സോ ഒക്കെ എപ്പോഴും പോക്കറ്റിലുണ്ടായിരിക്കണം. ഇത് അവിടുത്തെ AC വർക്ക് ചെയ്യുന്നില്ല, ഇന്ന നമ്പറിൽ AC വർക്ക് ചെയ്യുന്നില്ല, പേയ്മെന്റ് എടുക്കാണ് പേഷ്യന്റ്, അവിടെ പച്ചപ്പാട് കിട്ടും അല്ലെ, ഞങ്ങള് ആശയം വെക്കല്ലേ ഇവിടെ ഈ റൂം എടുത്തത് എന്താ പറഞ്ഞാൽ അവര് ബഹളം വയ്ക്കും. സോ അത് കണ്ടീഷൻ വർക്കിംഗ് കണ്ടീഷനിൽ വെക്കേണ്ടത് ഹോസ്പിറ്റൽസിന് ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റൽസിന്റെ എല്ലാ മൊത്തത്തിലും ആർക്കെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലല്ല, അതിന് പ്രത്യേകം എടുത്ത് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ദേ ഹാവ് ടു കറക്റ്റ് ഇറ്റ്. അവരാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനല്ല, അവര് വേഗം തന്നെ അത് ആരെ ബന്ധപ്പെടണമെന്ന് നോക്കി ബന്ധപ്പെടുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതാണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. And the next one is purchasing department or material management. Whatever things needed in the hospital. എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ എക്യുപ്മെന്റ്, എന്തൊക്കെ സാധനങ്ങൾ ഹോസ്പിറ്റൽസ് വേണോ അതെല്ലാം വാങ്ങിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. എന്താ പറയുന്നത്, പല മെഷീൻസ് ഉണ്ടായിരിക്കാം, എക്യുപ്മെന്റുകൾ ഉണ്ടായിരിക്കാം, മരുന്നുകൾ ഉണ്ടായിരിക്കാം, ഇതൊക്കെ വാങ്ങിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇന്ന സാധനം തീർന്നു എന്ന് പറഞ്ഞാൽ ആരോട് പറയണം, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കണം. സോ അവരാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്റ്റൊക്കെ വയ്ക്കേണ്ടത്. റിക്വസിഷൻ, ദാറ്റ് മീൻസ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡറിൽ ഞാൻ റിക്വസിഷൻ വിളിക്കാം. അപ്പൊ പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു സാധനം തയ്യാറാക്കി കൊടുക്കേണ്ടത് ഇവരാണ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണേണ്ടത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ സപ്പോർട്ടീവിൽ അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT വിഭാഗം. ഇന്നതിനാണ് IT ഇന്ന് എല്ലാം ഇലക്ട്രിഫൈഡ് ആയിട്ട് നമ്മുടെ മോഡേൺ സിസ്റ്റം അനുസരിച്ച് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെ. കമ്പ്യൂട്ടേഴ്സ് ട്രാക്ക് ദ റെക്കോർഡ്സ് ഓഫ് പേഷ്യൻസ് അല്ലെ. എല്ലാ ദിവസവും വരുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പണ്ടൊക്കെ മാനുവലായിട്ട് ബുക്കിലൊക്കെ എഴുതി പേരും അഡ്രസ്സും വന്ന സമയവും അവരുടെ ചിൽക്ക് നമ്പറൊക്കെ ബുക്കിലാണ് എഴുതിയിരുന്നതെങ്കിൽ ഇന്ന് ടെക്നോളജി മാറി മാനുവൽ ആകുന്നതിന് പകരം നമ്മൾ IT ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കമ്പ്യൂട്ടേഴ്സിലേക്കാണ് ഇതെല്ലാം തന്നെ സേവ് ചെയ്ത് വെക്കുന്നത്. വാട്ടെവർ തിങ്സ് റിലേറ്റഡ് ടു ദ പേഷ്യന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഇത് കമ്പ്യൂട്ടേഴ്സിൽ ഫയലുകളായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കമ്പ്യൂട്ടേഴ്സ് ആയതുകൊണ്ട് ഇന്ന് ഓൺലൈൻ രീതിയിലും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തെടുക്കും. നമ്മളാവുമ്പോ അതൊക്കെ മറിച്ചു നോക്കി എവിടെയാണ് എന്നാണ് എന്നൊക്കെ പറഞ്ഞ് മറിച്ചൊക്കെ നോക്കിയിട്ട് വരും. ഇതൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡാറ്റാസ് ഒക്കെ റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് ഉള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇഫ് ദ സിസ്റ്റം ഫെയിൽ ചെയ്ത് പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഡാറ്റ വൺസ് when it is stored it will be there അല്ലെ. ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ അവിടെ തന്നെ കിടന്നോളും. പവർ ഓൺ അവിടെ കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. Okay, and also nowadays it provides online services in which the patients can sit in their rooms and make available of the consultation of doctors അല്ലെ. മാത്രമല്ല ഇനിയിപ്പോ ഓൺലൈനൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ സേവനം വീട്ടിൽ നിന്നിട്ട് തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു, എവിടെയെങ്കിലും പുറത്തുള്ള നാട്ടിൽ നമ്മൾ എവിടെയെങ്കിലും പോയി വിചാരിക്കാം. അവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഡോക്ടേഴ്സിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. നമ്മൾ അവിടെ കുറിച്ച് എന്തെങ്കിലും അസുഖം വന്നു നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം അല്ലെ. വാട്സപ്പ് കോൾ വിളിക്കാം, വീഡിയോ കോളിലുണ്ട്, പിന്നെ അസുഖമാണ്, സോ എന്ത് മരുന്നായിരിക്കും കഴിക്കണ്ടേ എന്നത് നമുക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എടുക്കാൻ പറ്റും, എത്ര ദൂരെയാണെങ്കിലും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കോൺടാക്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ എനി ടൈം ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പെട്ടെന്ന് ഷെയർ ചെയ്യാം പേഷ്യൻസുമായിട്ട്. കാരണം ആൾക്കാർ വീട്ടിൽ പോയാലും ഇപ്പൊ ചില ഡെന്റിസ്റ്റിന്റെ അടുത്ത് വന്നാലേ നമ്മള് പല്ലുമായിട്ട് എന്തെങ്കിലും സർവീസ് അവരിൽ നിന്ന് സ്വീകരിച്ചു, പിറ്റേ ദിവസം അവർ വിളിച്ച് നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട്, പല്ലൊക്കെ എടുത്തിട്ട് വല്ല കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും അല്ലെ. അതൊക്കെ ഓൺലൈൻ സർവീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്, ഇൻഫർമേഷൻ ടെക്നോളജി അത്രയും വളർന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള. അല്ലെങ്കിൽ എന്തുവരുന്ന എനിക്ക് ഇനി വീണ്ടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി വീണ്ടും അടുത്ത പ്രാവശ്യം ചെന്ന് ഡോക്ടർ അടുത്ത് ചെന്ന് പറയേണ്ടി വരും അല്ലെ.
അപ്പൊ അതൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ ടൈം കൺസ്യൂമിങ്, അങ്ങനെയുള്ള ട്രാവലിംഗ്, ഒത്തിരി അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ ടെക്നോളജി വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? IT, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി തുടങ്ങി കുഞ്ഞു കുഞ്ഞു എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് ഏകദേശം വേഗം തീർന്നു. 12ാമത്തെ വരെ, അതായത് 11 നമ്മൾ ഇന്നാ പറഞ്ഞു, ഒരെണ്ണം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായാലും ക്ലിനിക്കൽ ലബോറട്ടറി. ആൻഡ് ഇനി ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് കൂടിയേ ഉള്ളൂ നമുക്ക്. നമ്മള് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തത്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? 3 ആയിട്ട് അല്ലെ? ഏതൊക്കെയാ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 3 ആയിട്ടാണ് കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മളുടെ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവിൽ ആകെ 3 അഡ്മിനിസ്ട്രേഷൻ ആണ് ഉള്ളത്. പ്രധാനമായിട്ടും എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? മാനേജ്മെന്റ് ആണ് അല്ലെ? മാനേജ്മെന്റ്, കോർഡിനേഷൻ, ഡയറക്റ്റിംഗ്, സ്കെഡ്യൂളിംഗ്, ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ലാതെ നമുക്കറിയാം. ഒത്തിരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഹോസ്പിറ്റലിനെ മൊത്തം മാനേജ് ചെയ്യാനാണ് നമ്മൾ പഠിക്കണേ. നമ്മൾ പഠിക്കേണ്ടത് ഹോസ്പിറ്റലിനെ മൊത്തം മാനേജ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തൊക്കെ പോണേ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ, സാധാരണ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും അതിന്റെ ഏതൊക്കെ ബുക്ക് മൂലയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലെ? അറിഞ്ഞ് അവിടെയൊക്കെ നമുക്ക് മാനേജ്മെന്റ് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്തായാലാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അത് എന്ത് വിഭാഗത്തിൽ വരും എന്നത് അവിടെ ഇരുന്നിട്ട് നമുക്ക് അറിയില്ലാത്ത പോലെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ വേണ്ട 3 മേഖല എന്ന് പറയുന്നത്, ഒന്ന് ഹ്യൂമൻ റിസോഴ്സ്, 2 ഫിനാൻസ്, 3ാമത് അഡ്മിനിസ്ട്രേഷൻ. മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ. ഒന്നാമത്തേത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? The staff or employees, those who are working in an organization. ഏത് ബിസിനസ് സംരംഭത്തിലും ജോലി ചെയ്യുന്ന ഏത് വിഭാഗത്തിലായിക്കോട്ടെ, ടോപ്പ് ലെവലിൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള ആളുകൾ, എംപ്ലോയീസ് വരെ, ഇതെല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ, which is the most important component of an organization. ഏതൊരു ബിസിനസ് സംരംഭത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. എത്ര കണ്ട് നമ്മുടെ ടെക്നോളജി ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാലും മനുഷ്യന്മാരുടെ എന്താ പറയാ ഒരു ജോലി അല്ലെങ്കിൽ മനുഷ്യന്മാര് ഇടപെടാതെ ഒരു ജോലി എന്തായാലും കംപ്ലീറ്റ് ആയി വരുന്നില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടണമെന്നില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മുടെ വീടുകളിലല്ലേ ഒരുപാട് എല്ലാ മെഷീനും ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. വീട്ടിൽ എന്താ കുഴപ്പം? വീട്ടിൽ നിന്നിട്ട് ആ പണി ചെയ്താൽ പോലെ മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അതൊക്കെ ഉണ്ടല്ലോ. കല്ല് വേണ്ട, വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി അല്ലെ? അരയ്ക്കണ്ട, മിക്സി ഉണ്ടല്ലോ, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പ്രവർത്തിക്കാൻ, ഓപ്പറേറ്റ് ചെയ്യാനും അതിന്റെ ഒപ്പം നിൽക്കാനും ഒക്കെ ഒരാൾ വേണമല്ലോ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യ വ്യക്തി തന്നെ വേണം അല്ലെ? അപ്പൊ അത്രയും ആളുകൾ ഒരു ചെറിയ വീട്ടിൽ ഇത്രയും ആളെങ്കിലും വേണ്ടി വരുമെങ്കിൽ ഇത്രയും വലിയ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽസിൽ എത്ര എംപ്ലോയീസ് വേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കിയേ. സോ ടു മാനേജ് ഈച്ച് ആൻഡ് എവറി മാൻ ഓർ മെൻ എന്ന് പറയാൻ നമുക്ക് ഓരോ മനുഷ്യന്മാരെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദേ ആർ എൻഗേജ്ഡ് ഇൻ റിക്രൂട്ടിംഗ് എഫിഷ്യന്റ് മാൻ പവർ. വളരെ ഒരു എന്താ പറയുക ഓർഗനൈസേഷനിൽ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ആണ് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റലിലായാലും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല കാര്യക്ഷമതയുള്ള ജോലിക്കാരെയൊക്കെ, സ്റ്റാഫിനൊക്കെ, നഴ്സിന്റെ വിഭാഗത്തിലായിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിലായാലും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. അവരാണ് തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത്. അതിനെക്കുറിച്ചൊക്കെ വേറെ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു വീഡിയോ ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ. ആൻഡ് ഓൾസോ it have to also aim the employee satisfaction. ഈ പറയുന്ന ജോലിക്കാരെ മാനേജ് ചെയ്യുമ്പോൾ ജോലിക്കാരുടെ ഒരു സംതൃപ്തിയും കൂടി ഉറപ്പുവരുത്തണം. അതാണ് വേറെ കാര്യം അല്ലെ? ഒരു ഓർഗനൈസേഷൻ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, പരമാവധി ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക
അല്ലെ? അവർ ജോലി നമ്മൾ പരമാവധി ചെയ്യിപ്പിക്കുന്നുണ്ട്, ജോലിക്കുള്ള കൂലിയും കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഒരു എംപ്ലോയി while they are working in an organization, ഒരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് they have to know, അല്ലെങ്കിൽ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം they have to know whether the employees are satisfied with their work and also whether they are satisfied with their atmosphere, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. അവരുടെ ജോലി ചെയ്യുന്ന ചുറ്റുപാടുമായിട്ട്, അവർ ചെയ്യുന്ന ജോലിയുമായിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ അറിയുക, ഉറപ്പുവരുത്തുക. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോലിക്ക് കൂലി കൊടുക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ ഇഫ് ദർ ഈസ് നോ സം ഫെസിലിറ്റി ഫോർ എന്താ പറയാ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഫെസിലിറ്റീസ്, അവർ ആഗ്രഹിക്കുന്ന പല തരത്തിലുള്ള ഫെസിലിറ്റീസ്, നിങ്ങളുടെ ചിലപ്പോൾ ഒരു വാഷ്റൂം ഇല്ല, നല്ലൊരു ടോയ്ലറ്റ് സൗകര്യമില്ല, അങ്ങനെയൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ അത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു നല്ല രീതിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ? മനുഷ്യന്മാർക്ക് അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അത്ര നല്ല കാര്യമല്ല. അപ്പൊ അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക. സംടൈംസ് ടു പ്രൊവൈഡ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കാശായിട്ടോ കാശല്ലാതെയുള്ള ചില എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ബോണസ് ഒക്കെ കൊടുക്കുക, അല്ലെ? എന്തെങ്കിലും ഉത്സവം, ആഘോഷ സമയങ്ങളൊക്കെ വരും, ഓണം, വിഷു, അല്ലെ, ഉത്സവങ്ങളൊക്കെ വരുമ്പോ ഒരു കുറച്ച് രൂപയൊക്കെ അവർക്ക് ബോണസ് ആയിട്ട് കൊടുക്കുക. വേണ്ട, ഒരു ഏതെങ്കിലും വൺസ് ഇൻ എ ഇയർ എങ്കിലും എല്ലാവരെയും നോക്കി ഒരു എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ്, ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ അറേഞ്ച് ചെയ്യാം. പൈസ ഒന്നും വാങ്ങിക്കാണ്ട്, അവർക്ക് പൈസ വാങ്ങിച്ചിട്ടല്ല, അല്ലെ? അപ്പൊ അങ്ങനെ അതൊക്കെ നോൺ മോണിറ്ററി ബെനിഫിറ്റുകളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് എന്ത് ചെയ്യുക, അവരെ സാറ്റിസ്ഫൈഡ് ആക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓൾസോ ദേ ഹാവ് ടു ബി റെന്റഡ് കോമ്പൻസേറ്റഡ് ഫോർ ദർ സർവീസസ് റെന്റഡ്. തീർച്ചയായിട്ടും അവർ നൽകുന്ന സേവനങ്ങൾക്ക് അവർക്ക് അതിനുള്ള പ്രതിഫലവും പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ദിവസം കൂടി പറഞ്ഞ സമയം കളയുന്നതെല്ലാം വിചാരിച്ച് ഞാൻ ആ മിനിറ്റുള്ളത് പറഞ്ഞു പോയതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേക്ക. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പറഞ്ഞുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 മിനിറ്റ് പോയി ടീച്ചറ് ചിലപ്പോ അവിടെ പുറത്ത് നിൽക്കേണ്ടത് ടീച്ചറിന്റെ പറയാണല്ലോ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടാ. ബൈ, താങ്ക് യു.